പുരാതന കാലത്ത് ഇസ്രായേൽ ദേശം നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും രാജാവായ സോളമന്റെ ഭരണത്തിലായിരുന്നു. ദൈവം തന്ന അസാധാരണമായ ബുദ്ധിയാലും ജ്ഞാനത്താലും അവൻ രാജ്യം ഭരിച്ചു. സോളമന്റെ വിധി മനുഷ്യബുദ്ധിയുടെ മീതെ ഉയർന്ന ദൈവബുദ്ധിയായിരുന്നു. ബുദ്ധിയുടെയും കരുത്തിൻ്റെയും മിശ്രിതമായ ആ രാജാവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാതൃവേദി അവതരിപ്പിക്കുന്നു സോളമന്റെ ജ്ഞാനം. അരങ്ങിൽ സോളമൻ, റീഗൽ ഡൊമിനിക് ചിറ്റേഡ്, അസറിയ, ടെസി ഷാജൻ കിഴക്കയിൽ, പിതാവ് ആൻബിനി പോൾ കുളപ്പുറത്ത്, അമ്മ ഷൈനി ജോർജ് പാത്രപ്പാങ്കൽ, മകൻ ടിൻസി ബെന്നി കാരേക്കാട്, സ്ത്രീ 1 ജെറ്റി ജെയിംസ് കാവനാൽ, സ്ത്രീ 2 ജിജ ഷിബു വിച്ചാട്ട്, ഭടൻ ആലീസ് തങ്കച്ചൻ നടുത്തൊട്ടിയിൽ. രചന സംവിധാനം ഡൊമിനിക് ചിറ്റേഡ്. പ്രഭു, അവസാനമായി ഒരു കുടുംബം കൂടി തീർപ്പിനായി കാത്തു നിൽക്കുന്നു. അവരെ വിളിക്കട്ടെ? ഒരിക്കൽ ഉപദേശം നൽകി വിട്ട കുടുംബമല്ലേ, എന്നിട്ടും പ്രശ്നപരിഹാരമായില്ല അല്ലേ? വിളിക്ക്. വരൂ. ശ്രദ്ധിച്ച് പതുക്കെ. അങ്ങയുടെ കൽപ്പനകൾക്ക് ഇവന് യാതൊരു വിലയും നൽകുന്നില്ല യജമാനന്. ഇത് കണ്ടില്ലേ? ഇന്നലെ രാത്രി അവൻ ചെയ്തു കൂട്ടിയതാ. നിങ്ങൾക്ക് 7 പുത്രന്മാരെന്നല്ലേ പറഞ്ഞത്? അതെ യജമാനനെ. ഇവൻ എത്രാമത്തെയാ? 4-മത്തെ. നീ പിതാവിൽ നിന്നും നിനക്ക് അവകാശപ്പെട്ട സ്വത്ത് വാങ്ങി എന്തു ചെയ്തു? ഞാൻ വ്യാപാരം ചെയ്തു. ഒന്നും ലാഭകരായില്ല. മുടക്കിയ മുതലേ നഷ്ടായി. ഇവൻ വ്യാപാരം മാത്രമല്ല ചെയ്തിരുന്നത്, മദ്യവും അന്യസ്ത്രീ സമ്പർക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ഇയാൾ വെറുതെ പറയാ. ബാക്കിയുള്ള മക്കൾക്ക് സ്വത്ത് കൊടുത്തിരുന്നു? ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, ഇവൻ ഒഴികെ. കൂടാതെ ഇവൻ ധൈര്യമായി പറഞ്ഞോളൂ. ഇവൻ അന്യ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ അന്യദേവന്മാർക്ക് കാഴ്ചയും കൊടുക്കുന്നുണ്ട്. വെറുതെ പറയാണ്. ഇയാൾ കള്ളം പറയാ. നിർത്ത്. നീ കുടിച്ചിട്ടുണ്ടോ? അത് കുറച്ച്. നീ പിതാവിനെ മർദ്ദിച്ചോ? മർദ്ദിച്ചോന്ന്? അത് ഞാനൊന്ന് മാറ്റി നിർത്തിയപ്പോ വീണ് പരിക്ക് പറ്റിയതാ. അങ്ങനെയല്ല, അവൻ മർദ്ദിച്ചതാണ് യജമാനനെ. എല്ലാം എനിക്ക് മനസ്സിലായി. നീ പിതാവായ ദൈവം മോശയിലൂടെ നൽകപ്പെട്ട 10 പ്രമാണങ്ങളിൽ പലതും ലംഘിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന കൽപ്പന, കള്ളം പറയരുത്, വ്യഭിചാരം ചെയ്യരുത്, എല്ലാറ്റിനും ഉപരിയായി ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന കൽപ്പനയും. അസറിയ, താങ്കളുടെ അഭിപ്രായത്തിൽ ഇവൻ എന്ത് ശിക്ഷയ്ക്ക് അർഹനാണ്? അങ്ങ് എന്നോട് ചോദിച്ചുകൊണ്ട് പറയാം. ഇവൻ താന്തോന്നിയും ദൈവനിഷേധിയുമായതുകൊണ്ട് തീർച്ചയായും കാരാഗ്രഹവാസത്തിന് അർഹനാണ്. ഇനിയെല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. ദൈവം മാതാപിതാക്കൾക്ക് നൽകുന്ന ദാനങ്ങളാണ് മക്കൾ. നന്നായി പരിപാലിച്ച് പോറ്റി വളർത്തിയ അവരെ പ്രായമാകുമ്പോൾ സംരക്ഷിക്കേണ്ട ചുമതല മക്കൾക്കുള്ളതാണ്. അങ്ങനെയുള്ളവർ മാതാപിതാക്കളെ മർദ്ദിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് അവർ അർഹരായിത്തീരും. അതുകൊണ്ട് ഇവന് 2 വർഷം കാരാഗ്രഹവാസവും നന്നായെന്ന് കണ്ടാൽ മാത്രം മോചനവും നൽകുക. ഉത്തരവ് പ്രഭു. നടക്കങ്ങോട്ട്. ഇതൊരു താക്കീത് മാത്രമാണ്. അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രഭു, ഇന്നത്തെ ദിവസം കഠിനമായിരുന്നല്ലോ. പ്രഭാതത്തിൽ തുടങ്ങിയതാണ് അങ്ങയുടെ കുറ്റവിചാരണ. ഇനി അല്പം വിശ്രമമാവാം. കാര്യവിചാരക, ഇന്നത്തെ എന്റെ തീർപ്പുകൾ തെറ്റായിപ്പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങയുടെ തീർപ്പുകൾ തെറ്റുകയോ? അങ്ങയുടെ തീർപ്പുകളെപ്പറ്റി ഷേബാരാജ്ഞി പറഞ്ഞത് ഓർമ്മയില്ലേ? അങ്ങയുടെ ജ്ഞാനം ശ്രവിക്കുന്ന അങ്ങയുടെ ഭാര്യമാരും ദാസന്മാരും ജനവും എത്രയോ ഭാഗ്യവാന്മാരെന്നല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചത് എന്റെ പിതാവായ ദാവീദിനെ സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കണമെന്നും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം നൽകി കർത്താവിന്റെ ജനത്തെ സേവിക്കാൻ അനുവദിക്കണമെന്നും മാത്രമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങയുടെ കീർത്തി യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനയുടെ നാടും ഈജിപ്തിന്റെ അതിർത്തിയും കടന്ന് അന്യദേശങ്ങളിലേക്കും വ്യാപിച്ചത്. എല്ലാം നമ്മുടെ ദൈവമായ കർത്താവിന്റെ കരുണ. ഇതെന്റെ കുഞ്ഞാന്ന് പറഞ്ഞില്ലേ? വിടാനല്ലേ പറഞ്ഞ കുഞ്ഞിനെ തരൂ. ഇതെന്റെ കുഞ്ഞാന്ന്. എന്താ അവിടെ ഒരു ബഹളം? സ്ത്രീകളുടെ ശബ്ദമാണല്ലോ. വ്യവഹാരത്തിനായി വന്നവരായിരിക്കും. അവരെ വിളിക്കട്ടെ. വിളിക്കൂ. ഏയ്, അവിടെ നിന്ന് ബഹളമുണ്ടാക്കാതെ രാജസന്നിധിയിലേക്ക് കടന്നു വരൂ. അവരെ കൂട്ടിക്കൊണ്ടുവരൂ. നിർത്തോ. നിങ്ങൾ രാജസന്നിധിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് തിരുമനസ്സിനോട് പറയുക. ഇവർ ആരാണ്? ഇവർ ഒരേ വീട്ടിൽ കഴിയുന്ന 2 സ്ത്രീകളാണ് പ്രഭു. ഒരേ സമയം ഗർഭിണികളായവർ. ഒരേ സമയം ഗർഭിണികളായവരോ? നിങ്ങളുടെ ഭർത്താക്കന്മാർ? അങ്ങനെ സ്ഥിരമായി ആരും ഇവർക്കില്ല. ഓ, അങ്ങനെയാണോ? മനസ്സിലായി. ഇപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നം? തിരുമനസേ, ഞാൻ പ്രസവിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പ്രസവിച്ചു. രാത്രി ഉറക്കത്തിൽ ഇവൾ ഇവളുടെ കുഞ്ഞിന്റെ മേൽ കിടക്കാനിടയായി. അങ്ങനെ ആ കുഞ്ഞ് മരിച്ചു. ഇവൾ കള്ളം പറയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇത് എന്റെ കുട്ടിയാണ്, എന്റെ മാത്രം കുട്ടി. അല്ല തിരുമനസേ, ഇത് എന്റെ കുട്ടിയാണ്. എന്റെ കുട്ടി മരിച്ചിട്ടില്ല. എന്തൊരു നുണച്ചിയാണ് ഇവൾ! എന്തൊക്കെ കള്ളക്കഥകളാണ് ഇവൾ ഉണ്ടാക്കുന്നത്! നിങ്ങൾ മിണ്ടാതിരിക്കൂ. അവർ പറയട്ടെ. അങ്ങനെ മരിച്ചു പോയെങ്കിൽ പിന്നെ ഇതാരുടെ കുട്ടിയാണ്? പ്രഭു, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവൾ രാത്രിയിൽ തന്നെ മരിച്ച കുഞ്ഞിനെ എന്റെ അടുക്കൽ കിടത്തി എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു. എന്റെ കുട്ടിയെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം യജമാനെ. ശരി, അവിടെ വേറെ ആരുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കണ്ടവരാരുമില്ല. അത് തിരുമനസേ, ഇവൾ കള്ളം പറയുകയാണ്. എന്റെ കുട്ടിയെ തട്ടിയെടുക്കാൻ വേണ്ടി പറയുന്നതാണിതൊക്കെ. എന്റെ ജീവനാണിവൻ. സത്യമായും അല്ല തിരുമനസേ, അതെന്റെ കുട്ടി തന്നെയാണ്. അത് വിശന്ന് കരഞ്ഞിട്ട് ഒന്ന് മൂലയൂട്ടാൻ പോലും ഇവൾ സമ്മതിച്ചില്ല. അതുകൊള്ളാം. എന്റെ കുട്ടിക്ക് അമ്മയായ ഞാനുള്ളപ്പോൾ ഇവൾ എന്തിനു മുലയൂട്ടണം? അവകാശം സ്ഥാപിക്കാനുള്ള അവളുടെ അടവുകളാണിതെല്ലാം. പഠിച്ച കള്ളിയാണിവൾ. തിരുമനസേ, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ വാങ്ങി തരണം. അതല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. നേരെ പുലർന്ന് ഇതുവരെയായിട്ടും ഒരു തുള്ളി പാൽ പോലും എന്റെ കുഞ്ഞു കുടിച്ചിട്ടില്ല. ഇവൾ സമ്മതിച്ചിട്ടില്ല. ഓ, ഇതുവരെ മരിച്ചില്ലല്ലോ, ഇനി മരിക്കുകയില്ല. എന്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു, നിന്റെ കുട്ടിയാണ് മരിച്ചതെന്നൊരുവളും, നിന്റെ കുട്ടി മരിച്ചുപോയി, എന്റേതാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് മറ്റൊരുവളും പറയുന്നു. തങ്ങൾ ചെയ്യുന്ന നീതികേടുകൾ മറ്റുള്ളവർ കാണുന്നില്ല എന്ന ഒരു ധൈര്യം നിങ്ങളെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സർവശക്തനായ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഈ സമസ്യയ്ക്ക് കാര്യവിചാരകനായ താങ്കൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ? അങ്ങ് ദൈവഭയമുള്ളവനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനുമാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെ അഭിപ്രായം ഇതിൽ ആരാഞ്ഞത്. എങ്കിലും പ്രഭു, ഇതെന്റെ ബുദ്ധിക്ക് പരിഹരിക്കാൻ പ്രാപ്തമായ ഒന്നായി തോന്നുന്നില്ല.
അങ്ങനെയെങ്കിൽ നാം തന്നെ തീരുമാനിക്കാം. ഒരു വാൾ കൊണ്ടുവരാൻ പറയൂ. ഉത്തരവ് പ്രഭു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഉറച്ചു നിൽക്കുന്നു തിരുമനസേ. അവൾ കള്ളം പറയുകയോ? എനിക്ക് എന്റെ കുട്ടിയെ തിരികെ വാങ്ങി തരണം. കുട്ടിയെ വാങ്ങൂ. അതിനെ തലകീഴായി പിടിച്ച് രണ്ടായി പകുത്ത് ഇവർക്ക് രണ്ടുപേർക്കുമായി വീതം വയ്ക്കുക. അല്ലയോ പ്രഭു, അത് വേണോ? കുഞ്ഞിനെ വീതം വെക്കാനോ? അപ്പോൾ കുട്ടി മരിക്കില്ലേ? മരിക്കും. പക്ഷേ രണ്ടുപേർക്കും കുട്ടിയെ കിട്ടുമല്ലോ. അതെ, അത് തന്നെയാണ് വേണ്ടത്. കുട്ടിയെ അവൾക്കും വേണ്ട, എനിക്കും വേണ്ട. രണ്ടായി വിഭജിക്കാം. തിരുമനസേ, അരുത്, അങ്ങനെ ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. അവനെ അവൾക്ക് ജീവനോടെ വിട്ടുകൊടുത്തുകൊള്ളുക. എനിക്കവൻ മിടുക്കനായി ജീവനോടെ ഇരുന്നാൽ മതി. ജീവനോടെ ഇരുന്നാൽ മതി. നിർത്തൂ. ആ കുട്ടിയെ കൊല്ലേണ്ടതില്ല. ആ കുട്ടിയെ ഈ സ്ത്രീയെ ഏൽപ്പിക്കുക. എഴുന്നേൽക്കൂ. ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനെ എന്നേക്കുമായി ഇവൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായ ഇവളാണ് ഇതിന്റെ യഥാർത്ഥ അമ്മ. ഇങ്ങോട്ട് മാറി നിൽക്കൂ. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി. പക്ഷേ അവകാശ തർക്കത്തിനായി ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ വരെ എടുക്കാൻ നീ കാണിച്ച സാഹസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പ്രഭു, അത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിലായ ഇവളെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കാരാഗ്രഹത്തിലടച്ച് നല്ല ചികിത്സ നൽകുക. ഇവൾ മാതൃത്വത്തിന് ഉത്തമ മാതൃകയാണ്. വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകി ഈ മാതാവിന് നല്ല ജീവിത സാഹചര്യം ഒരുക്കിക്കൊടുക്കുക. ദൈവഹിതമനുസരിച്ച് പെരുമാറുന്ന ഒരു ഉത്തമ പുരുഷനായി ഇവൻ വളരട്ടെ. പ്രഭു, ഒരു നിമിഷം ഞാനങ്ങ് പകച്ചുപോയി. അങ്ങിൽ നിന്നും ഇത്ര ഭീകരമായൊരു കൽപ്പന ഇതുവരെ ഞാൻ കേട്ടിട്ടേയില്ല. സർവശക്തനായ ദൈവം അങ്ങേക്ക് കനിഞ്ഞു നൽകിയ ജ്ഞാനത്തിന് മുൻപിൽ നമോ വാഗം. അതെ, ഞാനല്ല. എന്റെ അധരങ്ങളിലൂടെ സർവശക്തന്റെ തീർപ്പുകളാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാതൃത്വം മഹനീയമായൊരു ദൈവിക ദാനമാണ്. അതെങ്ങനെ സംഭവിച്ചാലും പരിശുദ്ധമായ സ്നേഹം കൊണ്ട് മാതൃത്വത്തെ ധന്യമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരെ, നിങ്ങളായിരിക്കട്ടെ മക്കൾക്ക് മാർഗദീപം. പാരിഷ് ഫെസ്റ്റിവൽ വർണ്ണാഭം തന്നെ. കുഞ്ഞുങ്ങളും അമ്മമാരും അപ്പന്മാരും പിന്നെ നമ്മളും. ആഹാ, കോട്ടക്കൽ ഇടവക കൂട്ടായ്മയുടെ പ്രതിഫലനം. അയ്യോ, സമയം പോയതറിഞ്ഞില്ല. ഇനി 1-2 പ്രോഗ്രാമും കൂടി ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അതെ, കാഴ്ചയുടെ വിസ്മയത്തിൽ എല്ലാം മറന്നുപോയി. എന്നാൽ ഇനി നമുക്ക് സുറിയാനി ക്രിസ്ത്യാനികളുടെ കലാരൂപമായാലോ? മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിക്കുന്ന നൃത്താവിഷ്കാരം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാർഗംകളി എങ്ങനെയാ നമ്മുടെ കലാരൂപമായത്? ഈ പേര് പാലി ഭാഷയിലെ മഗ്ഗ എന്ന വാക്കിൽ നിന്നും മാർഗമെന്നായി. ഇത് ക്രിസ്തു മാർഗത്തെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് കത്തിച്ച നിലവിളക്ക് ക്രിസ്തുവിനെയും സൂചിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ കലാകാരികളെ ഒന്ന് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അസൻ മരിയ സിജോ പടിഞ്ഞാറത്തൊട്ടിയിൽ, ആൻ മാർഗ്രറ്റ് ആന്റണി കുഴിക്കണ്ടത്തിൽ, ആൻ അൽന വാത്താച്ചിറ, അന്ന തെരേസ് ഷോയ് തെങ്ങുംപള്ളിൽ, ജോമി പള്ളിക്കുന്നേൽ, ദിയ മരിയ